ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിത്യാസ് മാജിക്കിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ 9th റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് സദ്യ സ്റ്റൈൽ കൂട്ടുകറി ഉണ്ടല്ലോ, അതാണ് ചെയ്യുന്നത്. മധുരമുള്ള കൂട്ടുകറി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യം ചേനയും കറിക്കായും ആണ് മെയിനായിട്ട്. അപ്പോൾ ഞാൻ ചേനയുടെ കുറച്ച് പോർഷൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചക്ക കറിക്കായ എന്നൊക്കെ പറയില്ല, അതും 2 എണ്ണം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കപ്പ് കടല ഓവർനൈറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആവശ്യം ശർക്കരയാണ്. അപ്പോൾ അത് നമുക്ക് വേണ്ട മധുരത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ള ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് 1/4 കപ്പ് ഞാൻ ചീകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കറുത്ത ശർക്കരയാണെങ്കിൽ ഒന്ന് ഉരുക്കിയിട്ട് ചേർക്കുന്നതാണ് നല്ലത്. തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചിരകിയതാണ് ഈ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്താലും പ്രശ്നമില്ല. ആദ്യം ഈ കടല ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് കടല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ഈ കടല ഒന്ന് കുക്കാവാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ആവണ്ട, ഒന്ന് കുക്കായി വരാനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. അപ്പോൾ എരിവ് ഒരുപാട് ആകരുത്, കാരണം ഇതിൽ മധുരമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് 3-4 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് വരാം. ഇനി കടല അവിടെ കുക്കാവുന്ന ടൈമിൽ നമുക്ക് ചേനയും കറിക്കായും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കറിക്കായും ചേനയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചേന അരിയുമ്പം കൈ ചൊറിച്ചിലുണ്ടാവുമല്ലോ, അതുണ്ടാവാതിരിക്കാനായിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവിയിട്ട് അരിഞ്ഞാൽ മതി. ഇനി ഇത് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ചൊരു 1/4 കപ്പ് വെള്ളമേ ചേർക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളമായാൽ പിന്നെ നമ്മളത് വറ്റിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കറിയാണല്ലോ. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 10 മിനിറ്റോളം നമുക്കിത് കുക്ക് ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരട്ടെ. ഇനി നമുക്കിതിന് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയത്, ഞാനിപ്പോൾ ഇവിടെ 1 പിടി തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം, ഇതൊന്ന് അരഞ്ഞു വരാൻ പരുവത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മൾ അരപ്പിന് വേറൊന്നും ചേർക്കില്ല, ജീരകത്തിൻ്റെ പൊടിയും തേങ്ങയും മാത്രം മതി. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് മഷി പോലെ അരയണ്ട, എന്നാൽ കുറച്ചൊരു തരിതരിപ്പോടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മളിത് ഒന്ന് കട്ട് ചെയ്യുമ്പോൾ 2ആയിട്ട് മുറിഞ്ഞ് വരുന്നൊരു പരുവം വരണം, അതുവരെ നമ്മളിത് കുക്ക് ചെയ്യണം. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളുടെ കടല ചേർത്ത് കൊടുക്കുക. അപ്പോൾ കടല ഓൾറെഡി അവിടെ കുക്കായിട്ടുണ്ട്, പ്രഷറൊക്കെ പോയി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവം ആവണം. കടല നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആ കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളത്തോടു കൂടി തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പൊടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അരപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരയുടെ അളവ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വേണ്ട മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതപ്പോൾ ലാസ്റ്റ് നോക്കിയിട്ട് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. അപ്പോൾ ഇത് കുറച്ച് വെള്ളം കൂടി ഉണ്ട് വറ്റിക്കാൻ. അപ്പോൾ അതൊന്ന് വറ്റി വരട്ടെ. ആ ടൈമിൽ നമുക്കിതിന് വേണ്ടുന്ന തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനൊരു വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ് നല്ലത്. നാടൻ കറികൾ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്.
ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി കടുകൊന്ന് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്. തേങ്ങ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും, നമുക്ക് ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരട്ടെ. ഇപ്പോൾ തേങ്ങ ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് കുറച്ച് ടൈം എടുക്കും കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുമ്പം കുറച്ച് ടൈം എടുക്കും. പക്ഷേ ആ ഒരു ടൈം എടുത്ത് ചെയ്യുമ്പോഴേ നമുക്ക് കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ പരുവം മതി. ഇനിയിട്ട് ഇത് കരിഞ്ഞു പോകും. ഈ ഒരു കളർ എത്തുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ കറിയുടെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്റ്റൈൽ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ എന്നെ അറിയിക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്